പ്രോബ്ലം സോൾവിങ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമുക്ക് 4 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്തൊക്കെയാണ്? ആദ്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞതാണ് തുടങ്ങുന്നത് എവിടെ, തീരേണ്ടത് എവിടെയും നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെന്താണ്? അനലൈസ് ദ പ്രോബ്ലം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഐസൊലേറ്റ് ആൻഡ് റെപ്രസെൻറ്റ് ദ ടാസ്ക് നോളജ്. എന്തൊക്കെ നോളജ് വേണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് വേണം. അതിൽ ബെസ്റ്റ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ 4 സ്റ്റെപ്പാണുള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിന് ഡിഫൈൻ ചെയ്യാൻ വരുന്നത് സത്യത്തിൽ ഒരു സ്റ്റേറ്റ് സ്പേസിലെ സെർച്ച് ആയിട്ടാണ്. പ്രോബ്ലംസിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചെസ്സ്, കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുകയാണ് ചെസ്സ് കളിക്കാൻ, അതൊരു പ്രോബ്ലമാണ്. രണ്ടാമത് എന്താണ്? വാട്ടർ ജഗ് പ്രോബ്ലം. നമ്മൾ ഓൾറെഡി പഠിച്ചു വാട്ടർ ജഗ് പ്രോബ്ലം. അപ്പോൾ കമ്പ്യൂട്ടറിനെ ചെസ്സ് കളിക്കാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഓരോ കരുക്കൾ നീക്കുന്ന, നമുക്ക് ഒരുപാട് കരുക്കൾ ഒരുപാട് പൊസിഷനിൽ നീക്കാം. അങ്ങനെ 10⁻120 ബോർഡ് പൊസിഷനുണ്ട്, കരുക്കൾ നീക്കാൻ വരുന്ന പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഈ എല്ലാ പൊസിഷനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ എല്ലാ നീക്കങ്ങളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെസ് കളിയിൽ നമ്മൾ ജയിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സത്യത്തിൽ ഈ സ്റ്റേറ്റ് സ്പേസിൽ നമ്മളൊരു സെർച്ച് നടത്തുകയാണ്. അപ്പം ബെസ്റ്റ് ടെക്നിക്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം പ്രോബ്ലമിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ആകുമ്പോൾ അഡ്വാൻറ്റേജസ് അടുത്ത പറയാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. ഈ 10⁻120 റൂൾസ് എൻ്റർ ചെയ്യാൻ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് പാടായിരിക്കും അല്ലേ? പിന്നെ എന്താണ്? ഒരു പ്രോഗ്രാമിന് ഇത്ര റൂൾസ് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ്റെ ഗുണങ്ങൾ? സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഫോംസ് ദ ബേസിസ് ഓഫ് മോസ്റ്റ് ഓഫ് AI മെത്തേഡ്സ്. It allows for a formal definition of a problem. It permits us to define the process of solving a particular problem as a combination of known techniques and search. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് സ്പേസിൻ്റെ പ്രത്യേകത? അതൊരു ഫോർമൽ ഡെഫിനിഷൻ പ്രോബ്ലത്തിന് സാധ്യമാക്കും. രണ്ടാമത് എന്താണ്? പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റും? അത് നോൺ ടെക്നിക്സിൻ്റെയും സെർച്ച് പ്രോസസ്സിൻ്റെയും ഒരു കോമ്പിനേഷനാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെർച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഹാർഡ് പ്രോബ്ലംസ് ഫോർ വിച്ച് നോ മോർ ഡയറക്റ്റ് ടെക്നിക്സ് ആർ അവൈലബിൾ. ചില പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഡയറക്റ്റ് ടെക്നിക്ക് കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ ആകെ എന്തുകൊണ്ടേ പറ്റുള്ളൂ? സെർച്ച് ടെക്നിക്കുകൾ കൊണ്ടേ പറ്റുള്ളൂ. അതാണ് സെർച്ച് ടെക്നിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ വാട്ടർ ജഗ് പ്രോബ്ലം പഠിച്ചു പോകുമ്പോൾ സ്റ്റേറ്റ് സ്പേസ് പറഞ്ഞായിരുന്നു. എന്താണ്? ഓരോ പോസിബിൾ കണ്ടീഷനാണ്. എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് ഇൻറ്റീജേഴ്സ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് 4 ഗാലൻ ജഗ് ആയതുകൊണ്ട് എന്താണ്? 0 1 2 3 4 വരെ ആവാം. വൈ എന്ന് പറയുന്നത് 3 ഗാലൻ ജഗ് ആയതുകൊണ്ട് y = 0 1 2 3 ആവാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോമ്പിനേഷനും എന്താണ്? സ്റ്റേറ്റ് സ്പേസ് ആണ്. അതിൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 0 ആണ്. നമുക്ക് ആദ്യത്തെ പാത്രത്തിൽ 2 ഗാലൻ നിറയ്ക്കണമെന്നുള്ളതുകൊണ്ട് ഗോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 2n ആണ്. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മളവിടെ സ്റ്റേറ്റ് സ്പേസ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റേറ്റ് സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ജഗ് പ്രോബ്ലംസ് ചെസ്സിൻ്റെ പ്രോബ്ലം അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഫോർമൽ ആൻഡ് മാനിപ്പുലബിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോബ്ലം വേണം. നല്ലൊരു ഡിസ്ക്രിപ്ഷൻ വേണം പ്രോബ്ലത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവസാനം റൈറ്റ് പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ദംസെൽസ് പ്രൊഡ്യൂസ് ഫോർമൽ ഡിസ്ക്രിപ്ഷൻസ് ഫ്രം ദ ഇൻഫോർമൽ വൺസ്. ഇപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കൂ, അങ്ങനെ വയ്ക്കൂ, ഇങ്ങനെ വയ്ക്കൂ എന്നൊക്കെ പറയുന്നതിന് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത്? ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് വേണം. അങ്ങനെയുള്ള പ്രോഗ്രാംസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഫോർമൽ ഡിസ്ക്രിപ്ഷൻസ് ഫ്രം ഇൻഫോർമൽ വൺസ്, അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് എഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലത്തിൻ്റെ ഫോർമൽ ഡിസ്ക്രിപ്ഷൻ പോസിബിൾ ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ, ഡിഫൈൻ എ സ്റ്റേറ്റ് സ്പേസ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ പോസിബിൾ കോൺഫിഗറേഷൻ ഓഫ് ദ റെലവൻറ്റ് ഒബ്ജക്ട്സ്. നമ്മൾ ചെസ്സിൽ പറഞ്ഞ പോലെ ഓരോ മൂവും നമ്മൾ എഴുതണം. പിന്നെ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? സ്പെസിഫൈ 1 or more states within that space that describe possible situations from which the problem solving process may start. നമ്മൾ വാട്ടർ ജഗിനൊക്കെ പറഞ്ഞ പോലെ 0 0 എന്നല്ലേ മിക്കവാറും തുടങ്ങാൻ പറ്റണം. അപ്പോൾ ഏതാണ് തുടങ്ങാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ദീസ് സ്റ്റേറ്റ്സ് ആർ കോൾഡ് ഇനിഷ്യൽ സ്റ്റേറ്റ്. സ്പെസിഫൈ 1 or more states that would be acceptable as solution. അതിന് നമ്മൾ എന്ത് പറയും? ഗോൾ സ്റ്റേറ്റ് എന്ന് പറയും. പിന്നെ സ്പെസിഫൈ എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ആക്ഷൻസ് അവൈലബിൾ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയുന്നത്? പ്രോബ്ലംസ് ക്യാൻ ദെൻ ബി സോൾവ്ഡ് ബൈ യൂസിങ് ദ റൂൾസ് ഇൻ കോമ്പിനേഷൻ വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് കൺട്രോൾ സ്ട്രാറ്റജി ടു മൂവ് ത്രൂ ദ പ്രോബ്ലം സ്പേസ് അണ്ടിൽ എ പാത്ത് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ടു എ ഗോൾ സ്റ്റേറ്റ് ഈസ് ഫൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം?
കുറേ റൂൾസ് വേണം, അതുപോലെ ഒരു കൺട്രോൾ സ്ട്രാറ്റജി വേണം. ഏതൊക്കെ റൂൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. സെർച്ച് പ്രോസസ്സ് പോസിബിൾ ആക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത് തന്നെയാണ് എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. വിച്ച് ഈച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എ ലെഫ്റ്റ് സൈഡ് ദാറ്റ് ഡിറ്റർമൈൻസ് ആപ്ലിക്കബിലിറ്റി ഓഫ് ദ റൂൾ ആൻഡ് എ റൈറ്റ് സൈഡ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് ഇഫ് ദ റൂൾ ഇസ് അപ്ലൈഡ്. എക്സ്പെർട്ട് സിസ്റ്റം അല്ല, റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ സിസ്റ്റം തന്നെയാണ്. ഇനി അടുത്ത എന്താണ് നമുക്ക് പറയാവുന്നത്? അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡാണ് എന്ത് ഓപ്പറേഷൻ പറയുന്നത്, ഈ റൂൾ ഈസ് അപ്ലൈഡ്. വൺ ഓർ മോർ നോളജ് ഓർ ഡേറ്റാബേസ് ദാറ്റ് കണ്ടെയ്ൻസ് വാട്ട് എവർ ഇൻഫർമേഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ പർട്ടിക്കുലർ ടാസ്ക്. പിന്നെ എന്താണ് കൺട്രോൾ സ്ട്രാറ്റജി? ദ സ്പെസിഫൈസ് ദ ഓർഡർ ഇൻ വിച്ച് ദ റൂൾസ് വിൽ ബി കമ്പയർഡ് ടു ദ ഡേറ്റാബേസ് ആൻഡ് എ വേ ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്ട്സ്. പിന്നെ ലാസ്റ്റ് എ റൂൾ അപ്ലയർ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്? സെറ്റ് ഓഫ് റൂൾസ് കാണും, നോളജ് അല്ലെങ്കിൽ ഡേറ്റാബേസ് കാണും, പിന്നെ കൺട്രോൾ സ്ട്രാറ്റജിയാണ് തീരുമാനിക്കുന്നത് ഏത് റൂൾ ഏത് ഓർഡർ ചെയ്യണമെന്ന്, പിന്നെ റൂൾ അപ്ലയർ ആണ്. പിന്നെ എക്സാമ്പിൾ ഉണ്ടോ? OP/S5 എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സിസ്റ്റം ലാംഗ്വേജസ് ആണ്. പിന്നെ എന്ത് വേണം? ബാക്കി കോംപ്ലക്സ് ഹൈബ്രിഡ് സിസ്റ്റംസ് കൊണ്ടുണ്ട്. എക്സ്പെർട്ട് സിസ്റ്റം ഷെൽസ് വിച്ച് പ്രൊവൈഡ് കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ജനറൽ പ്രോബ്ലം സോൾവിങ് ആർക്കിടെക്ചേഴ്സ് ലൈക്ക് സോറ് ഇതൊക്കെ വേണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രോബ്ലമിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞ നല്ല കൺട്രോൾ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഏതൊക്കെ റൂൾ അപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് കൺട്രോൾ സ്ട്രാറ്റജി ഈസ് ദാറ്റ് ഇറ്റ് കോസ് മോഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റണം, അല്ലാതെ ഒരു സ്റ്റെപ്പിൽ ചെന്ന് സ്റ്റക്കായി നിന്ന് എന്താണ്? ഇറ്റ് ഡസൻ കോസ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. ഓക്കെ, രണ്ടാമത് എന്താണ്? ദ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് കൺട്രോൾ സ്ട്രാറ്റജി ഈസ് ദാറ്റ് ഇറ്റ് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പിൽ പോയി അടുത്ത സ്റ്റെപ്പിലേക്ക് ഫ്രണ്ടിലേക്ക് വേണം പോകാൻ. നമ്മൾ റാൻഡമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും, കാര്യം അത് പെട്ടെന്ന് സ്റ്റെപ്പുകൾ പോകുമായിരിക്കും, ഉത്തരവും കിട്ടുമായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എത്തിയ സ്റ്റെപ്പിൽ തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പോവേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താണ് കൺട്രോൾ സ്ട്രാറ്റജി എങ്ങനെ ഇരിക്കണം? ഇറ്റ് ഷുഡ് കോസ് മോഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. 2 പോയിൻറ്റ്സാണ് കൺട്രോൾ സ്ട്രാറ്റജി എന്തായിരിക്കണമെന്ന്. പിന്നെ ഇനി അടുത്ത പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 അൺഇൻഫോംഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സെർച്ച് ടെക്നിക്കുകളാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചും. അതിൽ ഈ കൺസ്ട്രക്റ്റ് എ ട്രീ എന്ന് പറഞ്ഞ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന കണ്ടോ? അതെന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ ഡെഫിനിഷനാണ്. ഇപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്റ്റ് എ ട്രീ വിത്ത് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് റൂട്ട്. ഫസ്റ്റ് സ്റ്റേറ്റിനെ റൂട്ട് എന്ന് നമ്മൾ പറയും. ജനറേറ്റ് ഓൾ ദ ഓഫ് സ്പ്രിങ് ഓഫ് ദ റൂട്ട് ബൈ അപ്ലൈയിങ് ഈച്ച് ഓഫ് ദ ആപ്ലിക്കബിൾ റൂൾസ് ടു ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പം റൂട്ടിൻ്റെ അവിടെ നമ്മൾ ഓരോ റൂൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? അടുത്ത സ്റ്റേറ്റിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, നൗ ഫോർ ഈച്ച് ലീഫ് നോഡ്, അങ്ങനെ കിട്ടുന്ന ഓരോ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? ഒരു ലീഫ് നോഡ് എന്ന് പറയാം. ഫോർ ഈച്ച് ലീഫ് നോഡ് ജനറേറ്റ് ഓൾ ഇറ്റ്സ് സക്സസേഴ്സ് ബൈ അപ്ലൈയിങ് ഓൾ ദ റൂൾസ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ്. അപ്പോൾ എന്താ? ഓരോ ലീഫ് നോഡിൻ്റെ അടിയിൽ എന്താണ്? ഒരുപാട് സക്സസേഴ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ ദിസ് പ്രോസസ് അൺടിൽ സം റൂൾ പ്രൊഡ്യൂസസ് എ ഗോൾ സ്റ്റേറ്റ്. ഇത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യണം? നമുക്കൊരു ഉത്തരം കിട്ടും, നമ്മൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. ദിസ് പ്രോസസ് കോൾഡ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ക്യാൻ ബി പ്രിസൈസ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. അതിൻ്റെ അൽഗോരിതമാണ് താഴെ എഴുതിയിരിക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും, അതിനെ എന്ത് നമ്മൾ പറയും? നോഡ് ലിസ്റ്റ് എന്ന് പറയും. ഇനി അണ്ടിൽ എ ഗോൾ സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഓർ നോഡ് ലിസ്റ്റ് എം ടി. ഇനി നോഡ് ലിസ്റ്റ് എം ടിയോ അല്ലെങ്കിൽ പുതിയൊരു ഗോൾ സ്റ്റേറ്റ് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഫ്രം നോഡ് ലിസ്റ്റ് ആൻഡ് കോൾ ഇറ്റ് ഇ. ഇഫ് നോഡ് ലിസ്റ്റ് വാസ് എം ടി, ക്വിറ്റ്. ഇപ്പോൾ നോഡ് ലിസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിലോ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. ഇനി ഏതെങ്കിലും റൂൾസ് അതിൽ പറയുന്നത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ദ റൂൾ ടു ജനറേറ്റ് എ ന്യൂ സ്റ്റേറ്റ്. പുതിയൊരു സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇഫ് ദ ന്യൂ സ്റ്റേറ്റ് ഈസ് എ ഗോൾ സ്റ്റേറ്റ്, ക്വിറ്റ് ആൻഡ് റിട്ടേൺ ദ സ്റ്റേറ്റ്. പുതിയ കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതർവൈസ് ആഡ് ദ ന്യൂ സ്റ്റേറ്റ് ടു ദ എൻഡ് ഓഫ് നോഡ് ലിസ്റ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യണം, അതെല്ലാം നോഡ് ലിസ്റ്റിൻ്റെ താഴെ നമ്മൾ എൻ്റർ ചെയ്ത് പോകും. കണ്ടോ? ഇനി
ഇതിനാണ് നമ്മളെന്ത് പറയുന്നത് കണ്ടോ, 1 ലെവൽ ഓഫ് എ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രീ, അടുത്ത 2 ലെവൽസ് ഓഫ് എ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രീ പറഞ്ഞു. ഇനി അടുത്ത പറയുന്നത് നമ്മൾ ഡെപ്ത്ത് ഫസ്റ്റ് ആണ്. അടുത്ത ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, വി കുഡ് പെർസ്യൂ എന്ന് പറഞ്ഞിട്ട്. വി കുഡ് പെർസ്യൂ എ സിംഗിൾ ബ്രാഞ്ച് ഓഫ് ദ ട്രീ അണ്ടിൽ ഇറ്റ് yields എ സൊല്യൂഷൻ ഓർ അണ്ടിൽ എ ഡിസിഷൻ ടു ടെർമിനേറ്റ് ദ പാത്ത് ഈസ് മെയ്ഡ്. നമുക്ക് അതിന് പകരം വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഒരു സിംഗിൾ ബ്രാഞ്ച് ഓഫ് ദ ട്രീയിലോട്ട് മാത്രം പോവാം, ഓരോ ബ്രാഞ്ച് വീതം മാത്രം ജനറേറ്റ് ചെയ്ത് പോവാം, അതിന് ലാസ്റ്റ് ഉത്തരം കിട്ടുന്ന വരെ. ഇറ്റ് മേക്സ് സെൻസ് ടു ടെർമിനേറ്റ് എ പാത്ത് ഇഫ് ഇറ്റ്സ് റീച്ചസ് എ ഡെഡ് എൻഡ്, പ്രൊഡ്യൂസസ് എ പ്രീവിയസ് സ്റ്റേറ്റ് ഓർ ബിക്കംസ് ലോങ്ങർ ദാൻ സം പ്രീ സ്പെസിഫൈഡ് ലിമിറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാത്ത് എപ്പോഴാണ് തീരുന്നത്, ഒരു ഡെഡ് എൻഡ്, ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിലോ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോകാൻ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കിട്ടി, അല്ലെങ്കിലോ ഒരുപാട് സമയം എടുത്തു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വന്ന വഴി തിരിച്ചു പോവുക. ഓക്കെ, ദ മോസ്റ്റ് റീസെൻ്റ്ലി ക്രിയേറ്റഡ് സ്റ്റേറ്റ് ഫ്രം വിച്ച് ഓൾട്ടർനേറ്റീവ് മൂവ്സ് ആർ അവൈലബിൾ വിൽ ബി റീവിസിറ്റഡ് ആൻഡ് ന്യൂ സ്റ്റേറ്റ് വിൽ ബി ക്രിയേറ്റഡ്. നമ്മൾ ലാസ്റ്റ് എത്തിയില്ലേ, അതിൽ നിന്ന് പിറകിലോട്ട് പോകും, എന്നിട്ട് ആ പിറകിലോട്ട് പോയ സ്റ്റേറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയും. Because the order in which steps are undone depends only on the temporal sequence in which steps were originally made. എന്ന് പറഞ്ഞാൽ വന്ന വഴി പോലെ തന്നെ തിരിച്ചു പോകും. അതിനാണ് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക്കലി ഫോർ ദ മോസ്റ്റ് റീസെൻറ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ടു ബി അൺഡൺ. ലാസ്റ്റ് ചെയ്തായിരിക്കും ഫസ്റ്റ് ആയിട്ട് അൺഡൺ ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ മാറ്റുന്നത്. ദിസ് ഫോം ഓഫ് ബാക്ക് ട്രാക്കിംഗ് ഈസ് യൂഷ്വലി മെൻ ബൈ സിമ്പിൾ ടേം ബാക്ക് ട്രാക്കിംഗ്. അപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പിനെ മാറ്റുന്നതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറയും, ബാക്ക് ട്രാക്കിംഗ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് സെർച്ച് പ്രൊസീജിയർ ദാറ്റ് ഡിസ്ക്രൈബ് ഇസ് കോൾഡ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ഒറ്റ ബ്രാഞ്ച് വീതം ജനറേറ്റ് ചെയ്ത് താഴെ വരെ പോകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അൽഗോരിതമാണ് അടുത്ത പറയുന്നത്. ഈ ഇനിഷ്യൽസ് കണ്ടോ, പടം കണ്ടോ, ഡെപ്ത്ത് ഫസ്റ്റിൻ്റെ ആദ്യം ഒരു സ്റ്റേറ്റിലോട്ട് എത്തി, എന്നിട്ട് അടുത്ത് അതിൽ നിന്ന് എത്തി, അങ്ങനെയാണ് ഡെപ്ത്ത് ഫസ്റ്റ് പോകുന്നത്. ഇഫ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് എ ഗോൾ സ്റ്റേറ്റ്, ക്വിറ്റ് ആൻഡ് റിട്ടേൺ സക്സസ്. ആദ്യമേ ഉത്തരം കിട്ടിയെങ്കിൽ റിട്ടേൺ ചെയ്യുക, സക്സസ് എന്ന് പറയാം. അല്ലെങ്കിലോ എന്ത് ചെയ്യണം, സക്സസോ ഫെയിലിയറോ ഉണ്ടാകുന്നവരെ എന്ത് ചെയ്യണം, ജനറേറ്റ് എ സക്സസർ ഓഫ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇഫ് ദർ ആർ നോ മോർ സക്സസർ സിഗ്നൽ ഫെയിലിയർ. ഒരു സക്സസറിനെ ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ഇനിയും സക്സസർ അടുത്ത പോകാൻ പറ്റില്ലെങ്കിലോ ഫെയിലിയർ എന്ന് പറയും. കോൾ ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് വിത്ത് ഇ എസ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഈ എന്ന് പറയുന്നതായിരിക്കും ഇനിഷ്യൽ. ഇഫ് സക്സസ് ഇസ് റിട്ടേൺ സിഗ്നൽ സക്സസ്, അതർവൈസ് കണ്ടിന്യൂ ഇൻ ദിസ് ലെവൽ. കണ്ടോ, ഓരോ ആദ്യം 0 4 എത്തി, അടുത്ത 4 3 എത്തി, അടുത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് പറയും, അവിടെ തീർന്നെന്ന് പറയും. ഓക്കെ, ഇനി ഈ രണ്ട് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെയും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, കമ്പാരിസണുമാണ് അത്. അപ്പോൾ ഏതൊക്കെ പോയിൻ്റ് എഴുതണം, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് റിക്വയർസ് ലെസ് മെമ്മറി അല്ലേ. നോക്കി നിങ്ങൾ ഇതിൽ ഓരോ കുറച്ച് വരകളല്ലേ ഉള്ളൂ സേവ് ചെയ്യാൻ, കുറച്ച് സ്റ്റേറ്റ് അല്ലേ ഉള്ളൂ. സിൻസ് ഓൺലി ദ നോട്ട്സ് ഓൺ ദ കറണ്ട് പാത്ത് ആർ സ്റ്റോർഡ്. ഒരു പ്രാവശ്യം പോകുമ്പോൾ എന്താ ഒറ്റ വഴിയല്ലേ ഉള്ളൂ സേവ് ചെയ്യാൻ. അതേസമയം ബ്രെഡ്ത്ത് ഫസ്റ്റ് ആയിരുന്നെങ്കിലോ ഇഷ്ടം പോലെ കണ്ടോ കുറേ പാത്തുകൾ നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ലെസ് മെമ്മറി മതി. എന്തിന്, ഡെപ്ത്ത് ഫസ്റ്റാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് മെമ്മറി മതി. പിന്നെ ബൈ ചാൻസ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് മേസ് ഫൈൻഡ് എ സൊല്യൂഷൻ വിത്തൗട്ട് എക്സാമിനിങ് മസ്റ്റ് ഓഫ് ദ സെർച്ച് സ്പേസ്. എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത് ഫസ്റ്റിന് ചിലപ്പം എല്ലാ സ്റ്റേറ്റിലോട്ടും പോകാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചാൻസ് ആണ്, ചിലപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ് ഓഫ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്. ലെസ് മെമ്മറി മതി, ചിലപ്പോൾ ഫുൾ സെർച്ച് സ്പേസ് നോക്കാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് വിൽ നോട്ട് ഗെറ്റ് ട്രാപ്ഡ് എക്സ്പ്ലോറിങ് എ ബ്ലൈൻഡ് എലൈ. ബ്ലൈൻഡ് എലൈ എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത് ഫസ്റ്റാണ് നമ്മൾ ചെയ്തെങ്കിൽ കണ്ടോ ഒരു പാത്ത് താഴോട്ട് കുറേ ഇറങ്ങി വന്നു, ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ അങ്ങ് സ്റ്റക്കായി പോകും. ബ്രെഡ്ത്ത് ഫസ്റ്റിന് അങ്ങനെ സംഭവം പറ്റത്തില്ല, സ്റ്റക്കാകത്തൊന്നുമില്ല. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് വിൽ നോട്ട് ഗെറ്റ് ട്രാപ്ഡ് എക്സ്പ്ലോറിങ് എ ബ്ലൈൻഡ് എലൈ. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജാണ് ബ്രെഡ്ത്ത് ഫസ്റ്റിൻ്റെത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റും, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ സൊല്യൂഷനാണ്, കുറേ സൊല്യൂഷനുണ്ട് എങ്കിലോ മിനിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം സ്റ്റെപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സൊല്യൂഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ബ്രെഡ്ത്ത് ഫസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് എല്ലാ ഷോർട്ട് പാത്തുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുള്ളൂ, ലോങ്ങർ പാത്ത് ചെക്ക് ചെയ്യുള്ളൂ. അതേസമയം ഡെപ്ത്ത് ഫസ്റ്റിലാണെങ്കിലോ ചിലപ്പോൾ ലോങ് പാത്ത് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഷോർട്ട് പാത്ത് സൊല്യൂഷൻ കാണും, പക്ഷേ അത് അൺഎക്സ്പ്ലോർഡ് ആയിട്ടിരിക്കും. കാര്യം ഞാൻ പറയാം, ഡെപ്ത്ത് ഫസ്റ്റിൽ എല്ലാ പാത്തും ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരില്ല സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ ആദ്യം പോകുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്തായിരിക്കും, പക്ഷേ അവിടെ കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും ഡെപ്ത്ത് ഫസ്റ്റ് നമുക്ക് തരുന്നത്. ബ്രെഡ്ത്ത് ഫസ്റ്റിലാണെങ്കിലോ തരുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമൽ സൊല്യൂഷൻ ആയിരിക്കും, ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ഫൈൻഡ് ചെയ്യേണ്ടതായിരിക്കും.
ഓക്കെ, ഇത് രണ്ടും അൺഇൻഫോംഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സെർച്ച് ടെക്നിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇൻഫർമേഷൻ ഇല്ലാതെ നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് സെർച്ച് ടെക്നിക്കുകളാണ് എന്ത്, ഡെപ്ത് ഫസ്റ്റും ബ്രെഡ്ത്ത് ഫസ്റ്റും. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ബെസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സെർച്ച് ടെക്നിക്കുണ്ട്, അത് ഇതും കൂടെ കൺഫ്യൂസ് ചെയ്യരുത്.